This call is now being recorded. Okay, good morning to all. So we are discussing about the different casting processes. So നമ്മൾക്കറിയാം മെയിനായിട്ടുള്ള കാസ്റ്റിംഗ് പ്രോസസ്സ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പഠിക്കേണ്ട പ്രോസസ്സ് സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സാണ്. സാൻഡ് കാസ്റ്റിംഗ്, വാട്ട് ഈസ് സാൻഡ് കാസ്റ്റിംഗ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് elements used for sand castings, like the molding flask, that is scope and drag, like the sprue pins, the other important gating systems and all. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ സാൻഡ് കാസ്റ്റിംഗിൽ വരുന്നത്. So after that we are discussing about some special casting processes. There are 6 special casting processes as mentioned in your syllabus. നമ്മൾ ഷെൽ മോൾഡിങ് നോക്കിയല്ലേ, ഇൻട്രിക്കേറ്റ് ഷെൽ ടൈപ്പുള്ള മോൾഡ്സ് വെച്ചിട്ട് in that we are preparing the final casting. Then precision investment casting, we can go for multiple number of cards there. We are using VATS as the pattern material. Okay. Next one, die casting. അവിടെയാണ് നമ്മൾ നിർത്തിയത്. Next one is die casting. So die casting means it is a pressure die casting. So die casting, as the name implies, there will be a die. അല്ലേ, ഡൈ എന്നുള്ള രണ്ട് മെറ്റീരിയൽസ് ഉണ്ടല്ലേ. ഡൈ എന്താണെന്ന് ഒരു അച്ച് പോലെ. സോ വി ക്യാൻ ബൈ പ്രസ്സിങ് we are getting the final cast. Okay, so the dice will be having the impression of this final cast അല്ലേ. നമുക്ക് ഫൈനലായിട്ട് വേണ്ട കാസ്റ്റ് പാർട്ടിൻ്റെ ഇംപ്രഷൻ അതിലുണ്ടാവും. സോ ബൈ pressurizing we will get the final cast part. So it is called pressure die casting. Okay. ഓൾസോ അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പ്രഷർ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് സെയിം ഡൈ കാസ്റ്റിംഗ് സെയിം ഈ ഡൈ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യാം. ഇൻ ദാറ്റ് കേസ് വി ആർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്. ഓക്കെ, ബിക്കോസ് വി ആർ ജസ്റ്റ് പോറിംഗ് ദ മോൾട്ടൺ മെറ്റൽ ഇൻ ടു ദാറ്റ്. അല്ലെ, മുകളിൽ നിന്ന് നമ്മൾ ഒഴിച്ചാൽ താഴേക്ക് വരും, നമുക്കറിയാം. ജസ്റ്റ് പോറിംഗ് ആൻഡ് ആഫ്റ്റർ സോളിഫൈങ് വി വിൽ ഗെറ്റ് ദി ഫൈനൽ കാസ്റ്റ്. ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് കോൾഡ് പെർമനന്റ് മോൾഡ് കാസ്റ്റിംഗ്. ആക്ച്വലി ഇൻ ബോത്ത് കേസസ് വി ആർ യൂസിങ് പെർമനന്റ് മോൾഡ് ഓൺലി. അല്ലെ, മെറ്റാലിക് മോൾഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. But in ordinary die casting or pressure die casting, we will apply pressure, some 0.7 MPa to some 150 MPa വരെയുള്ള pressure apply ചെയ്യും. But in the case of, if you are not using pressure, any type of pressure, it is called as gravity die casting or permanent mold casting. Okay, so dies are employed here for the final production of the cast. അപ്പോൾ അതിലാദ്യം നമ്മൾ ഓർഡിനറി ഡൈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രഷർ ഡൈ കാസ്റ്റിംഗ് ആണ്. ദർ ആർ ടു ടൈപ്സ്, ഹോട്ട് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് ആൻഡ് കോൾഡ് ചേമ്പർ ഡൈ കാസ്റ്റിംഗ്. സോ ഫസ്റ്റ് ഹോട്ട് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് ആണ്. ഇൻ ദാറ്റ് there is an arrangement. We can see that there is a there are die arrangement here. So ejector pins are provided in order to remove the cast after solidification. അല്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് എജക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എജക്ടർ പിൻസ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ക്യാവിറ്റി. സോ ഇൻ ടു ദാറ്റ് ക്യാവിറ്റി ഓൺലി വി ആർ ആക്ച്വലി pouring this molten metal. So in this case it is a pressure die casting, so we are applying pressure. So from directly from the melting unit, this chamber is the melting unit. Directly from the melting unit, by using a plunger or a piston arrangement, we are pushing this molten metal into this uh, cavity through a gooseneck arranged like a gooseneck nozzle arrangement. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഹോട്ട് ചേമ്പർ ഡൈ കാസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. സോ മെൽറ്റിംഗ് ചേമ്പറിൻ്റെ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ മെൽറ്റിനെ എവിടത്തേക്ക് നമ്മൾ ക്യാവിറ്റിയിലേക്ക് ഫില്ല് ചെയ്യും. സോ ഇതിനോട്ട് അങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ അപ്ലൈ ചെയ്യണം. ആ പ്രഷറാണ് ഒരു 0.7 MPa to 150 MPa വരെയുള്ള പ്രഷർ അപ്ലൈ ചെയ്യാം. സോ ഇൻ കോൾഡ് ചേമ്പർ ഡൈ കാസ്റ്റിംഗ് എന്താ സെയിം ടൈപ്പ് ആണ്, സെയിം അറേഞ്ച്മെൻ്റ് ആണ്. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഈസ് മെൽറ്റിംഗ് ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൾഡ് ചേമ്പർ. ഈ കേസിൽ മെൽറ്റിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ്, മെൽറ്റിംഗ് ഈസ് ഹാപ്പനിങ് ഇൻ അറ്റ് സം അതർ പ്ലേസ്. ഓക്കെ, so melting is not an integral part of the cold chamber. That is important point here in cold chamber die casting. So here we are using ladles. ഇപ്പോൾ മെൽറ്റിംഗ് നടക്കുന്ന വേറൊരു പർട്ടിക്കുലർ പൊസിഷനിലാണെങ്കിൽ വി ഹാവ് ടു ട്രാൻസ്ഫർ ദി മോൾട്ടൺ മെറ്റൽ ഫ്രം ദാറ്റ് മെൽറ്റിംഗ് യൂണിറ്റ് ടു ദി അവർ അറേഞ്ച്മെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ അവർ കോൾഡ് ചേമ്പറിലേക്ക് നമ്മളത് മാറ്റണം അല്ലേ. സോ ഫോർ ദാറ്റ് വി ആർ യൂസിങ് എ ലാഡിൽ. ലാഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ തവിയൊക്കെ പോലത്തെ ഒരു സാധനം. ബട്ട് വി ആർ യൂസിങ് ഇൻ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഫ്ലോർ. So using that ladle, we will transfer this molten metal into this short chamber arrangement. There will be a ram or a plunger. Using that, we will pressurize or push the molten metal into the cavity. ഇപ്പോൾ ക്യാവിറ്റിയിൽ എന്തായിരിക്കും? ക്യാവിറ്റിയിൽ ഡൈസിൻ്റെ ഇടയിലാണല്ലോ ക്യാവിറ്റി ഉള്ളത്. സോ ഡൈസ് വിൽ ബി ഹാവിങ് ആൻ ഇംപ്രിൻറ്റ് ഓഫ് ദി ഫൈനൽ പാറ്റേൺ വാട്ട് ഈസ് റിക്വയർഡ്. സോ ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ we can
remove the dice, two halves of the dice, and using the ejector pins we can eject the final part. അപ്പോൾ ഇത് ഇവിടെ എന്തായിരിക്കും, വി വിൽ ഗെറ്റ് എ വെരി ഗുഡ് സർഫസ് ഫിനിഷ് ഹിയർ അല്ലെ, നല്ല സർഫസ് ഫിനിഷ് കിട്ടും. കാരണം ഡൈസ്, ദേ ആർ ഓൾസോ മെറ്റാലിക് ഡൈസ്, വി ക്യാൻ make these dies at a greater accuracy. Also you will get final products at greater accuracy. Another important point is high rate of production can be attained by using this method അല്ലെ. Rate of production കൂട്ടാം, that means we can go for mass production, or we can use this method for mass production. അപ്പോൾ അതാണ് ഡൈ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ വരുന്ന ഒന്നാണ് എന്താണ്, ഇഫ് യു ആർ നോട്ട് അപ്ലൈങ് എനി ടൈപ്പ് ഓഫ് പ്രഷർ, ഇറ്റ് ഈസ് കോൾഡ് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്. ബിക്കോസ് ഇവിടെ നമ്മൾ പെർമനന്റ് മോൾഡായ ഡൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ബട്ട് വി ആർ നോട്ട് അപ്ലൈങ് എനി ടൈപ്പ് ഓഫ് പ്രഷർ, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ്. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യാത്തപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യല്, സാധാരണ സാൻഡ് കാസ്റ്റിംഗിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, ദ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. സോ സംവെയർ ദ മെറ്റൽ വിൽ ബി മെൽറ്റിംഗ് ഇൻ എ മെൽറ്റിംഗ് യൂണിറ്റ്. From there we will take the molten material in some ladle or some other arrangement. We'll pour it into the cavity. ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ. So after solidification we will remove it and we will take the final cast outside. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്തായിരുന്നു, നമ്മൾ യൂഷ്വൽ ഡൈ കാസ്റ്റിംഗ് ഒരു ഗ്രാവിറ്റി ഡൈ കാസ്റ്റിംഗ് ഡിഫറൻസ് ആണ്. ഹിയർ ദ മെറ്റൽ ഈസ് ഫ്ലോയിങ് ബൈ ദ ഗ്രാവിറ്റി അലോൺ. ദർ ഇസ് നോ അതർ ടൈപ്സ് ഓഫ് പ്രഷർ is used here. Okay, so this is not pressure die casting, this is gravity die casting. But die casting ile രണ്ട് ടൈപ്പ് ആണ്. അതിൽ ആദ്യത്തെ ടൈപ്പിൽ തന്നെ ഹോട്ട് ചേമ്പർ ഉണ്ട്, കോൾഡ് ചേമ്പർ ഉണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ഓഫ് ഡൈ കാസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഈച്ച് കാസ്റ്റിംഗ് മെത്തേഡ്സ് നിങ്ങൾ എഴുതുമ്പോഴും എന്താണ് അത് എഴുതുക, അതിൻ്റെ പ്രൊസീജിയർ എഴുതുക, ഫിഗർ സിംപ്ലിഫൈഡ് ചെയ്തിട്ട് വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. ദെൻ അതിൽ അറ്റൈൻ ചെയ്യുന്ന സർഫസ് റഫ്നെസ്, സർഫസ് അക്യുറസി, ഡയമെൻഷൻ അക്യുറസി, അതിനെക്കുറിച്ചുള്ള പോയിന്റ്സ് എഴുതുക. then applications എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്. So parts made using die casting include transmission housings, valve bodies, carburetors, motors, then hand tools, toys, etc. നിങ്ങൾ ഗൂഗിളിൽ ബ്രൗസ് ചെയ്തൊക്കെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് കാണാം. സ്പെസിഫിക് ആയ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തുള്ള ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഫോർത്ത് വൺ ഈസ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് സെൻട്രിഫ്യൂഗൽ എന്ന് പറയാൻ നമുക്ക് എന്തോ ഒരു റൊട്ടേറ്റിംഗ് എലമെന്റ് അല്ലെങ്കിൽ റോട്ടറി ആയിട്ട് ബന്ധപ്പെട്ടതെന്ന്, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഓർമ്മ, നല്ല ഒരു സർക്കിൾ. കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരണമെങ്കിൽ ദർ ഷുഡ് ബി സം റൊട്ടേഷൻ ലൈക്ക് ദാറ്റ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വി ആർ യൂസിങ് ഇറ്റ് ഫോർ മേക്കിംഗ് സിലിണ്ടറിക്കൽ ടൈപ്പ് ഒബ്ജക്ട്സ് അല്ലെ. സിലിണ്ടറിക്കൽ ടൈപ്പ് ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂഗൽ കാസ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. The centrifugal casting is normally carried out in a permanent mold. So here also we are using permanent mold. Okay, for mold there are two types of mold: temporary mold and permanent mold. Permanent mold means we can't destroy or destruct the mold after its use. Otherwise we can use it again and again. Usually permanent molds are used for mass production. Example are the metallic molds. Metallic molds are examples for permanent molds. But temporary molds are sand molds. Sand molds, it is a temporary mold, because after each casting process we have to destroy that mold. That is only for a temporary, it's a temporary arrangement. So again we have to make the mold using sand. അപ്പോൾ ആ മോൾഡ് മേക്കിംഗ് ഒരു പ്രൊസീജിയർ പ്രോസസ് തന്നെ അവിടെ ഉണ്ടല്ലേ. ബട്ട് ഇൻ പെർമനന്റ് മോൾഡ്, വൺസ് മോൾഡ് ഈസ് മെയ്ഡ്, സെയിം ക്യാൻ ബി യൂസ്ഡ് അഗൈൻ ആൻഡ് അഗൈൻ. യൂഷ്വലി മാസ് പ്രൊഡക്ഷൻ റിക്വയർമെന്റ് വരുന്ന പാർട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനന്റ് മോൾഡ്സ് ആണ്. So here in centrifugal casting, for developing the hollowness at the central axis of rotation, the dice is rotated around the same axis. So no core is used in this process. See, figure നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. See, there is a mold അല്ലേ. മോൾഡ് എന്താണ്, ആ ഒരു സിലിണ്ടറിക്കൽ അറേഞ്ച്മെന്റ് ആണ് മോൾഡ് അല്ലേ. So this mold is rotated by using some other arrangement, a motor rollers arrangement അല്ല. ആ ഒരു അറേഞ്ച്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ മോട്ടർ വെച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. Anyhow, the complete mold is rotating. In both sides ആയിട്ട് pairs of rollers are there, which is in turn rotated by using motor. So what are we doing? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വലിയ സിലിണ്ടറിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ആക്സിസ് വി ആർ റൊട്ടേറ്റിംഗ് അറ്റ് എ പർട്ടിക്കുലർ സ്പീഡ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റൽ ഒഴിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുക. അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് മോൾട്ടൺ മെറ്റൽ അതിന്റെ ഔട്ടർ ആ ലെയറിൽ മാത്രം തങ്ങി നിൽക്കും അല്ലെ. സോ ദറ്റ് റെഡ് കളർ ഈസ് ദ മോൾട്ടൺ മെറ്റൽ. സോ ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ വാട്ട് വിൽ ഗെറ്റ് എ ഹോളോ ഷാഫ്റ്റ് അല്ലെ. വിൽ ഗെറ്റ് എ ഹോളോ ഷാഫ്റ്റ് ലൈക്ക് പാർട്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. So actually what we are using here, we are using the centrifugal action actually.
Okay, so centrifugal action segregates the less dense non-metallic inclusions and slag particles near the center of rotation, which are removed in a later machining operations. അപ്പോൾ ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ആണ്. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഏറ്റവും കൂടുതൽ എങ്ങനെയായിരിക്കും, ഏത് ഒബ്ജക്റ്റിനാണ് കൂടുതൽ മാസ് ഉള്ളത് അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടുതലായിരിക്കും അല്ലേ. മീൻസ് മാസ് കൂടിയ ഭാഗം എപ്പോഴും എന്ത് ചെയ്യും, നമുക്കറിയാം നമ്മളൊരു ഒരു ഒരു ബോട്ടിൽ തന്നെ നമ്മൾ വെള്ളവും വേറെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർ പെരിഫറിയിൽ, ആ ബോട്ടിലിൻ്റെ ഏറ്റവും ഔട്ടർ പെരിഫറിലായിട്ട് നിൽക്കുന്നത് ഡെൻസായ പാർട്ടിക്കിൾ ആയിരിക്കും അല്ലേ. ഇന്നർ ഭാഗത്ത് നിൽക്കുന്നത് ഡെൻസിറ്റി കുറഞ്ഞ ലൈറ്റായ പാർട്ടിക്കിൾസ് ആയിരിക്കും. ബിക്കോസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ ഹിയർ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ഈസ് യൂസിങ്. സോ വാട്ട് ഹാപ്പൻസ്, ഈ മോൾഡ് മീൻസ് ദിസ് കാസ്റ്റ് മോൾട്ടൺ മെറ്റലൊക്കെ അതിൻ്റെ ഔട്ടർ പെരിഫറിൽ നിൽക്കും. പക്ഷേ ദിസ് ടൈപ്പ് ഓഫ് നോൺ മെറ്റാലിക് ഇൻക്ലൂഷൻസ് ഒക്കെ ഉണ്ടാവും. അതിൽ കുറേ ഫോറിൻ പാർട്ടിക്കിൾസ്, സ്ലാഗ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അവരൊക്കെ എവിടെ നിൽക്കും, അതിൻ്റെ സെൻട്രൽ പോർഷൻസ് വന്ന് നിൽക്കും അല്ലേ. സോ അതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുമ്പോൾ അത് ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ ഇറ്റ് വിൽ ബി ഇൻ ദി ഇന്നർ സർഫസിൽ ഉണ്ടാവും അല്ലേ. ഫൈനലി വി വിൽ ഗെറ്റ് എ ഹോളോ ഷാഫ്റ്റ്. ഹോളോ ഷാഫ്റ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ ഔട്ടർ സർഫസ് ആൻഡ് ആൻ ഇന്നർ സർഫസ്. അപ്പോൾ ഈ സ്ലാഗും ഇൻക്ലൂഷനും ഫോറിൻ പാർട്ടിക്കിൾസ് എല്ലാം ഇറ്റ് വിൽ ബി in the inner surface of the hollow cylinder. So we can remove it by machining അല്ല. ഇൻസൈഡ് മെഷീൻ ചെയ്ത് കളഞ്ഞ് നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. So that is about centrifugal casting. There are 3 types of centrifugal casting. First one is true centrifugal casting, then semi centrifugal casting, and third one is centrifuging. അതിനെ ചിലപ്പോൾ പ്രഷർ കാസ്റ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. ഇൻ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഇല്ല, പ്രഷർ കാസ്റ്റിംഗ്. ഓക്കെ, but true centrifugal casting ആണ് ഇപ്പോൾ പറഞ്ഞ procedure. The same procedure, it is called true centrifugal casting. Means the axis of rotation is will be horizontal. Okay, horizontal. ഇപ്പോൾ ആ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ ഫോർ സം ഷോർട്ട് സ്മോൾ വർക്ക് പീസസ്, ലെങ്ത് കുറഞ്ഞ വർക്ക് പീസ് നമുക്ക് വെർട്ടിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെയുള്ള ഡയമെൻഷണൽ അക്യുറസി എങ്ങനെയാണ്, കാസ്റ്റിംഗ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി, ഡയമെൻഷണൽ അക്യുറസി ആൻഡ് എക്സ്റ്റേണൽ സർഫസ് ഡീറ്റെയിൽസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ദിസ് പ്രോസസ്. അപ്ലിക്കേഷൻസ് വരുന്നത് പൈപ്സ് ബുഷിങ്സ്, എൻജിൻ സിലിണ്ടർ ലൈനേഴ്സ്, ബെയറിംഗ് റിങ്സ്, ഓക്കെ, ഗൺ ബാരൽസ്, ലാമ്പ് പോസ്റ്റ്. ദീസ് ആർ ഓൾ ദ എക്സാമ്പിൾസ് ഫോർ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഓർ ഫോർ ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. അപ്പോൾ സിംപ്ലി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത് സെയിം ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ്. ദെൻ സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ഈസ് ദർ. സെമി സെൻട്രിഫ്യൂഗൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് അവിടെ ഒരു സെമി സർക്കുലർ ടൈപ്പ് പാർട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഹിയർ സെൻട്രൽ കോർ ഈസ് യൂസ് ടു ഫോം ദ ഇന്നർ സർഫസ്. സോ ഹിയർ വി ആർ യൂസിങ് എ സെൻട്രൽ കോർ ഓൾസോ. അപ്പോൾ സാധാരണ കാസ്റ്റ് ചെയ്യുന്ന പോലെ മുകളിലും താഴെയായിട്ട് 2 പാർട്സ് ഉണ്ടാവും. അതിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ഈ സെമി സർക്കുലർ റീജിയൻ കിട്ടുന്നത്. ദ പർട്ടിക്കുലർ ഷേപ്പ് ഓഫ് ദ കാസ്റ്റിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോൾഡ് ആൻഡ് കോർ ഷേപ്സ്. സോ ദർ വിൽ ബി എ മോൾഡ്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെമി സർക്കുലർ മോൾഡ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു കോറും ഉണ്ടാവും, ഇതേപോലത്തെ ഒരു സിലിണ്ടറിക്കൽ കോറും ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ഫൈനൽ കാസ്റ്റ് വിച്ച് വിൽ ബി ഇൻ എ സെമി സർക്കുലർ ഷേപ്പ്. സോ ഹിയർ ആക്ച്വലി the shape of the casting is produced by the mold and the core shapes and not by the centrifugal force. അപ്പോൾ ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമല്ല നമുക്ക് ഈ ഫൈനൽ കാസ്റ്റ് കിട്ടുന്നത്. ആ പോയിന്റ് ഓർത്ത് നോക്കാം. ഓക്കെ, ഹൗഎവർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എയ്ഡ്സ് ഇൻ പ്രോപ്പർ ഫീഡിങ് ഓഫ് ദ മോൾഡ് ക്യാവിറ്റി. നമുക്ക് ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം നമുക്ക് ഫീഡിങ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഫൈനൽ കാസ്റ്റ് ഉണ്ടാവുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമല്ല. ദാറ്റ് പോയിന്റ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് പോയിന്റ്. ഓക്കെ, in this process, another important point is, in this process the axis of spin is always vertical. Okay, true centrifugal casting it is like a horizontal movement അല്ലേ. എപ്പോഴും നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫോർ ഷോർട്ട് വർക്ക് പീസസ് ആൻഡ് ഓൾ വി വിൽ ഗോ ഫോർ വെർട്ടിക്കൽ ആക്സിസ് റൊട്ടേഷൻ. ബട്ട് ഇൻ സെമി സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ദ ആക്സിസ് സ്പിൻ ഈസ് ഓൾവേസ് വെർട്ടിക്കൽ. എക്സാമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗിയേഴ്സ്, ഫ്ലൈ വീൽസ് ആൻഡ് ട്രാക്ക് വീൽസ്. ദീസ് ആർ ദ applications, applications of centrifugal casting. Next one is centrifuging അല്ലെങ്കിൽ pressure casting. Here several casting cavities are located around the outer portion of the mold and the metal is fed to these cavities by radial gates from the center. Either single or stack can be used. So here also it is also a centrifugal, true centrifugal type casting തന്നെയാണ്. But here it is possible only in vertical direction. ആ പോയിന്റ് ഓർത്ത് നോക്കുക. ഇത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് ആണ്. ഹിയർ ഓൾസോ വി ആർ filling the cavities, mold cavities under pressure from the centrifugal force of the molten metal which is poured, which we are getting while rotating the mold. Okay, അപ്പോൾ മോൾഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് ദി മോൾഡ് കാവിറ്റീസിൽ നമ്മളിവിടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ഫിൽ ചെയ്യുന്നത്.
വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഈ 3 പോയിന്റ്സ് ഓർത്ത് നോക്കുക. ട്രൂ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗിൽ നമ്മൾ സിംപ്ലി ഇറ്റ് ഈസ് പോറിംഗ് ദ മോൾഡ് ഇൻ ടു ദി ഹോളോ, ആ സിലിണ്ടറിക്കൽ പാർട്ടിൽ മോൾഡിൽ നമ്മൾ പോർ ചെയ്യുന്ന മാത്രമല്ല. ബട്ട് ഹിയർ വി ആർ യൂസിങ് പ്രഷർ ഓൾസോ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രഷർ കാസ്റ്റിംഗ് ഓൾസോ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇറഗുലർ ഷേപ്സിലെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. ബെയറിംഗ് ക്യാപ്സ്, സ്മോൾ ബ്രാക്കറ്റ്സ്, അതൊക്കെയാണ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് കണ്ടിന്യൂസ് കാസ്റ്റിംഗ്. കണ്ടിന്യൂസ് കാസ്റ്റിംഗ് വേറൊരു ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് മെത്തേഡാണ്. ഹിയർ ദ ഫൈനൽ കാസ്റ്റ് പ്രോഡക്റ്റ് യൂഷ്വൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന കാസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ്, ഒരു കമ്പ്യൂട്ടർ മൗസ് പോലത്തെ ഒരു പാറ്റേൺ ആണ് ഉണ്ടാക്കിയതെങ്കിൽ ആ പാറ്റേൺ കണക്കായ ഫൈനൽ പ്രോഡക്റ്റ്, യു വിൽ ഗെറ്റ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹെഡ്, മനുഷ്യൻ്റെ ഒരു ഫേസും തലയൊക്കെ ഉള്ളൊരു ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കണക്കായ ഏതാ മെറ്റലാണ് വേണ്ടത്, ദാറ്റ് അലുമിനിയം ഓർ സ്റ്റീൽ ഓർ ദാറ്റ് പർട്ടിക്കുലർ കാസ്റ്റ് യു വിൽ ഗെറ്റ്. കറക്റ്റ് അല്ലേ? അതുപോലെ നമ്മൾ അവിടെയൊക്കെ ചെയ്യുന്ന എന്താ, നമ്മളൊരു പർട്ടിക്കുലർ പാർട്ട്, വി ആർ മേക്കിംഗ് പർട്ടിക്കുലർ പാർട്ട് അല്ലേ, ഒരു അസംബ്ലീൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെഷീൻ എലമെൻ്റ് ആയിരിക്കും നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത്. ഒരു കംപ്ലീറ്റ് മെഷീനറിൻ്റെ ഒരു പാർട്സ് ആണ് നമ്മൾ കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് അല്ലേ, കാസ്റ്റ് ചെയ്ത് വേണ്ട പാർട്സ്. ഓക്കെ. ബട്ട് വാട്ട് യു മീൻ ബൈ കണ്ടിന്യൂസ് കാസ്റ്റിംഗ്? ചില കേസിൽ നമുക്ക് കണ്ടിന്യൂസ് ആയ ലെങ്തി ബാർസ് ആയിരിക്കും ആവശ്യം, ലെങ്തി ബില്ലറ്റ്സ് ആയിരിക്കും ആവശ്യം. ഓക്കെ. ചിലപ്പോൾ അതിൻ്റെ ലെങ്ത് വേണ്ടത് ചിലപ്പോൾ 2 meters ആയിരിക്കും. സംടൈംസ് ഇറ്റ് ക്യാൻ ബി 5 meters, സംടൈംസ് ഇറ്റ് വിൽ ബി 10 meters. സോ ഇറ്റ് ഡിപ്പെൻസ്, ഓരോരോ യൂസ് അനുസരിച്ചിട്ട് അതിൻ്റെ ലെങ്ത് വൈസ് ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് വി നീഡ് ദി കാസ്റ്റ് പാർട്സ്. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെങ്ത് മാറുന്നതനുസരിച്ചിട്ട് ഓരോ കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു വലിയ കാസ്റ്റിംഗ് കണക്കായിട്ടുള്ള മോൾഡ് ഉണ്ടാക്കാനും പറ്റില്ല. 5 മീറ്ററിലെ ഒരു ലെങ്ത് ആൻഡ് ബാറും ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മോൾഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. So in such cases we will go for continuous casting, and it is also called as strand casting. It is very commonly used for producing steels. Okay. സോ അതിൻ്റെ എക്കണോമിക്, അതിൻ്റെ ചെറിയ കോസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നത്. കണ്ടിന്യൂസ് കാസ്റ്റിങ്ങിൽ നമുക്ക് ലോ കോസ്റ്റ് ഹൈ ക്വാളിറ്റി സ്റ്റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്റ്റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എംപ്ലോയ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് ആണ് കണ്ടിന്യൂസ് കാസ്റ്റിംഗ്. സോ അതിൻ്റെ ഒരു പ്രോസസ്സ് നോക്കാം. ബിഫോർ ദാറ്റ് വിൽ ഗോ ജസ്റ്റ് എ ഫിഗർ നോക്കിയിട്ട് നമുക്ക് പ്രോസസ്സിൽ പോവാം. ഇതിവിടെ നിങ്ങൾ ഓർത്ത് നോക്കേണ്ട കാര്യം, ദർ ഇസ് എ പോറിംഗ് അറേഞ്ച്മെന്റ് ഫ്ലാസ്ക് ഹിയർ. ഇപ്പോൾ കേഴ്സറിൽ അടുത്തൊരു പോറിംഗ് ഫ്ലാസ്ക് കാണിക്കുന്നത്, ഇറ്റ് ഈസ് കോൾഡ് എ ടൺ ഡിഷ്. ഓക്കെ. ടൺ ഡിഷ് എന്നാണ് അതിന് പറയല്. ദെൻ ദർ ഈസ് എൻ അറേഞ്ച്മെന്റ് വേർ വി ആർ പോറിംഗ്, അല്ലെ, ഒരു മോൾഡ് അറേഞ്ച്മെന്റ് ആണ് സെറ്റപ്പാണ് ഈ കാണിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്നത്. ഓക്കെ. ഫ്രം ദർ ഇറ്റ് ഈസ് വെൽ ഈസ് കമ്മിങ് ഡൗൺ. നോക്കി, അത് ചെറുതായിട്ട് അതിനൊരു ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, അത് എന്താണ്, അത് സോൾഡിഫൈ ചെയ്ത് വരികയാണ് താഴേക്ക് അല്ലേ. അപ്പോൾ താഴേക്ക് എത്തിയത് ഈ റോളറിൻ്റെ അടുത്തെത്തി. എന്താണ് ആ റോളറിൻ്റെ പേര്? പിഞ്ച് റോൾസ്, അല്ലെങ്കിൽ റോളർ അറേഞ്ച്മെന്റ്സ് ആർ യൂസിങ് ദാറ്റ്. ഇപ്പോൾ കേഴ്സർ കാണുന്നത് വി ആർ യൂസിങ് റോളർ അറേഞ്ച്മെന്റ്സ് അല്ലേ. എന്തിനാണ്? ഓൾറെഡി സോൾഡിഫൈഡ് പാർട്ട് ഈസ് കമ്മിങ് ഡൗൺ. സോ അതിനൊന്ന് ജസ്റ്റ് ഒരു പർട്ടിക്കുലർ പാത്തിൽ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ റോളേഴ്സ് ആർ യൂസിങ് ദാറ്റ്. ഓക്കെ. റോളേഴ്സ് യൂസ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് എന്താണ്, വി ആർ യൂസിങ് ഓക്സിജൻ ലാൻസ്, അതർവൈസ് ഓക്സിഅസിറ്റിലിൻ ടോർച്ച്, or we will use that oxygen lance or a oxyacetylene torch we are using for cutting. നമുക്ക് എത്ര ലെങ്ത്തിലുള്ള സാധനം, അപ്പോൾ നമുക്കൊരു സ്ട്രാൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഒരു ബില്ലറ്റ് പീസ് ആയിട്ടാണ് അത് കിട്ടുന്നല്ലേ, ലെങ്ത് വൈസ്. സോ അതിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ഓക്സിഅസിറ്റിലിൻ ടോർച്ച് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വി വിൽ യൂസ് എ കട്ടിംഗ് സോ വി വിൽ യൂസ്. ഇത്രയും കാര്യങ്ങളാണ് ആ അറേഞ്ച്മെന്റ് വരുന്നത്. അതിൻ്റെ വേറൊരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഹിയർ നമുക്ക് കാണാൻ ഒരുപാട് റോൾസ് ഉണ്ട്. അതിനൊക്കെ സ്ട്രാൻഡ് എന്ന് പറയും. ഇതുപോലത്തെ ഈ റോൾസും ആ അറേഞ്ച്മെന്റിനെ സ്ട്രാൻഡ്സ് എന്ന് പറയും. ഓക്കെ. So there will be supporting roles, other rollers are shown here. Okay. Finally, here we are cutting it by using a torch, oxyacetylene torch, അല്ലെങ്കിൽ saw വെച്ച് കട്ട് ചെയ്യും. So we will get the slab. This is the final cast we are getting. Because കാണുന്ന ഈ ഭാഗം, ഈ സ്ലാബ്, ഈ സ്ട്രാൻഡ്, അല്ലെങ്കിൽ ഈ സ്ലാബ് അല്ലെങ്കിൽ ഈ ഒരു പീസ്, ബില്ലറ്റ് പീസ്, അതാണ് നമുക്ക് ഫൈനൽ വേണ്ടത്. So this is the mold arrangement here. ഓക്കെ. അപ്പോൾ ഈ ഫ്ലാസ്കിൻ്റെ ഈ പറയുന്നതാണ് ടൺ ഡിഷ്, പേര് ഓർമ്മ വേണം, ടൺ ഡിഷ്. ഓക്കെ. ഇപ്പോൾ മോൾട്ടൺ മെറ്റൽ സ്റ്റീൽ ഉണ്ടാവും, directed into ton dish, from ton dish to the mold. This is the mold. Okay. അപ്പോൾ മോൾഡിലെ പോകുന്ന വഴിയിൽ അതെന്ത് ചെയ്യും, സോൾഡിഫൈ ചെയ്ത് പോകും. സോ ദാറ്റ് ഈസ് എ കളർ ചേഞ്ച് ഷോയിങ് ഹിയർ. യൂഷ്വലി മോൾട്ടൺ മെറ്റൽ ഷോൺ ഇൻ ഓറഞ്ച് കളർ. വെൻ സ്റ്റാർട്ട് സോൾഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ മോൾട്ടൺ മെറ്റൽ ഷോൺ ഇൻ യെല്ലോ കളർ. അപ്പോൾ അത് യെല്ലോയിഷ് കളർ അല്ലേ, ഒരു യെല്ലോയിഷ് ഓറഞ്ചിഷ് കളറാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ മോൾഡിലൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും,
ഇറ്റ് സ്റ്റാർട്ട്സ് ടു സോൾഡിഫൈ അല്ലേ. ഔട്ടർ ലെയർ ആയിരിക്കും ആദ്യം സോൾഡിഫൈ ചെയ്യുന്നത്. സാധാരണ റെഡ് കളറായിട്ട് വരുന്നത് അല്ലെങ്കിൽ ബ്രൗണിഷ് കളറായിട്ട് വരുന്നത്. അപ്പോൾ അത് റൈറ്റിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് അത് സോൾഡിഫൈ ചെയ്ത് വരികയാണ്. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ റോളറിൻ്റെ സൈസും കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. കാരണം അത് ഇനീഷ്യലി ലിക്വിഡ് ടൈപ്പ് തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ സെമി സോളിഡായി, ദെൻ അത് സോളിഡായി മാറി. അതിനനുസരിച്ച് റോളറിൻ്റെ സൈസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ സെറ്റപ്പ്, ദിസ് ഈസ് ദ അറേഞ്ച്മെൻറ്റ്. ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് where a metal is heated until it liquefies. It is a process where the metal is heated until it is നമ്മൾ മെൽറ്റ് ചെയ്തു അതിനാ. The molten metal is then allowed to solidify until it becomes a semi-finished slab. That is later rolled in the finishing mill. Final നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ we are making a semi-finished slab. Okay, completely finished അല്ല, semi-finished slab only. After that machining only we can finish it properly. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്, സ്ലാബ് അല്ലെങ്കിൽ ഇതുപോലത്തെ ബില്ലറ്റ് പീസസ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു കാസ്റ്റ് മെറ്റൽസ് ഓഫ് അൺഇൻറ്ററപ്റ്റഡ് ലെങ്ത്സ്. നമുക്ക് ലെങ്ത്ത് ആവശ്യമുള്ള സമയത്ത് അതുപോലത്തെ കാസ്റ്റിംഗ് ചെയ്യാനാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് പ്രോസസ് ദ മോൾട്ടർ മെറ്റൽ ഈസ് കണ്ടിന്യൂസ്ലി സപ്ലൈ ടു ദ മോൾട്ട്. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇവിടെ നമ്മൾ എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ ആണ് നടക്കുന്നത് അല്ലേ. സോ ഇൻ ദ അതർ കേസസ് വി ആർ എങ്ങനെയാണ് മോൾട്ടർ മെറ്റൽ നമ്മൾ വെനെവർ വി ആർ പോറിംഗ് ദ മോൾട്ടർ മെറ്റൽ ഇൻ ടു ദ മോൾട്ട് ക്യാവിറ്റി, we will know once it is rising from the riser അല്ലേ. അത് റൈസറിലൂടെ റൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം the mold cavity is filled. So we will stop feeding the molten metal. അതാണ് യൂഷ്വലി കൺവെൻഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ശരിയല്ലേ. നമുക്കറിയാൻ വേണ്ടി പറ്റും, അത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം, അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബട്ട് ഇവിടെ അങ്ങനെ അത് അങ്ങനെ ഫില്ല് ചെയ്യുന്ന ഒരു ഇതില്ല അല്ലേ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഒരു നോസിൽ ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് അല്ലേ. കണ്ടിന്യൂസ് ഫീഡിങ് ഇസ് റിക്വയർഡ് ഹിയർ. സോ ഇൻ കണ്ടിന്യൂസ് കാസ്റ്റിംഗ് വി ആർ ഗിവിങ് കണ്ടിന്യൂസ് ഫീഡ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് നമുക്കത് കിട്ടും, ഈ പറയുന്ന സ്ലാബ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബില്ലറ്റ് പീസസ് കിട്ടും. ഓക്കെ, സോ ഹിയർ ദ മോൾട്ടർ മെറ്റൽ ഈസ് കണ്ടിന്യൂസ്ലി സപ്ലൈഡ് ടു ദി മോൾഡ്. When the molten metal is cast through a mold, it keeps traveling downwards, increasing in its length as the time passes by. Lengthwise increase ചെയ്യും. Okay, the molten metal is continuously passed through the mold at the same rate to match the solidifying casting. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അതായത് വി നോ ദാറ്റ് നമ്മൾ pour ചെയ്യുന്ന മോൾട്ടൺ മെറ്റൽ ഇറ്റ് വിൽ ബി ഇൻ എ വെരി ഹൈ ടെമ്പറേച്ചർ, ഇറ്റ് വിൽ ബി ഇൻ എ പ്യുവർലി ലിക്വിഡ് മെൽറ്റഡ് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ. സോ ആഫ്റ്റർ pouring it is moving downwards through this arrangement. അപ്പോൾ ഏതൊരു പർട്ടിക്കുലർ പോർഷനിൽ എത്തുമ്പോൾ സംഭവിക്കും, അത് സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ. സോ വെനെവർ ഇറ്റ് സ്റ്റാർട്ട് സോൾഡിഫൈങ് ഇറ്റ് വിൽ ഷ്രിങ്ക്. ഓക്കെ, ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഷ്രിങ്ക്. സോ ആ ഷ്രിങ്കേജ് റേറ്റിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മോൾട്ടൺ മെറ്റൽ കണ്ടിന്യൂസ് ഫീഡ് നടത്തണം. ഓക്കെ, നമ്മളൊരു പർട്ടിക്കുലർ റേറ്റിൽ നടത്തി കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം ഇവിടെ ഷ്രിങ്കേജിൻ്റെ ആ ഫാക്ടറും കൂടി കൺസിഡർ ചെയ്യണം. യൂഷ്വലി അതർ നമ്മളെ ബാക്കിയുള്ള കാസ്റ്റിംഗ് മെത്തേഡ്സിലൊക്കെ എന്താണ്, വി ആർ യൂസിങ് എ റൈസർ. ഫോർ എക്സാമ്പിൾ ഇൻ സാൻഡ് കാസ്റ്റിംഗ് മെത്തേഡ് വി ആർ യൂസിങ് എ റൈസർ. സോ വെനെവർ ദർ ഇസ് എ ഷ്രിങ്കേജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി ആർ യൂസിങ് എ റൈസർ അറേഞ്ച്മെൻറ്റ് ലൈക്ക് എ റിസർവോയർ. എപ്പോഴെങ്കിലും ഇവിടെ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ആ റൈസറിന് ബാക്കിയുള്ള റൈസറിലുള്ള റിസർവ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ താഴേക്ക് വന്നതിനെ ബാലൻസ് ചെയ്തോളും. ഹിയർ ഷ്രിങ്കേജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ. സോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോറിങ് റേറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതർവൈസ് നമ്മൾ കണ്ടിന്യൂസ്ലി പോർ ചെയ്യണം. ഓക്കെ, സോ ദിസ് റിസൾട്ട്സ് ഇൻ കാസ്റ്റിംഗ് ഓഫ് ലോങ് സ്ട്രാൻഡ്സ് ഓഫ് മെറ്റൽസ്. നമുക്ക് ഇതുപോലത്തെ നീളമുള്ള സ്ട്രാൻഡ്സ് സ്ലാബ്സ് നമുക്ക് കിട്ടും. പിന്നെ അതിൽ കാണുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു പോയിന്റ് ഇതിൽ കൊടുത്തില്ല, ടൺഡിഷ് എന്നുള്ള പോയിന്റ് ഓർമ്മ വേണം. ടൺഡിഷ് എന്നുള്ള ഒരു എക്യുപ്മെന്റ് വഴിയാണ് നമ്മളതിനെ അതിലേക്ക് ഒഴിക്കുന്നത്. ദെൻ വി ആർ യൂസിങ് പഞ്ച് റോൾസ്. ഓക്കെ, പഞ്ച് റോൾസ് വി ആർ യൂസിങ്. പഞ്ച് റോൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പിഞ്ച് റോൾസ് ആർ യൂസിങ്. പിഞ്ച് ആൻഡ് ഗൈഡ് റോൾസ് റെഗുലേറ്റ് ദി റേറ്റ് ഓഫ് സെറ്റിംഗ് ഓഫ് കാസ്റ്റ് ഷേപ്പ് ആൻഡ് കീപ് പ്രോപ്പർ അലൈൻമെന്റ്. പ്രോപ്പർ അലൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിഞ്ച് ആൻഡ് ഗൈഡ് റോൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കുക. അതിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ലാഡിൽ അറേഞ്ച്മെന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ടൺഡിഷ് എന്ന് പറയുന്നത്. അതിനുശേഷം മോൾഡിലൂടെ പോവും. ദെൻ വി ആർ യൂസിങ് പിഞ്ച് ആൻഡ് ഗൈഡ് റോൾസ്, ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ദാറ്റ് വി നീഡ് ടു കട്ട് ദാറ്റ്. ആസ് ദ കാസ്റ്റിംഗ് പാസസ് ഔട്ട് ഓഫ് ദിസ് പിഞ്ച് റോൾസ് ഇറ്റ് ഈസ് കട്ട് ടു ഡിസൈഡ് ലെങ്ത് ബൈ എ സോ. സോ മീൻസ് നമുക്കറിയാം ഹാക്സോ ബ്ലേഡ് നമുക്കറിയാം, അതുപോലത്തെ നമുക്ക് ഹൈഡ്രോളിക് സോസ് ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, സോ എതർ ബൈ എ സോ ഓർ ബൈ എ ഓക്സി അസിറ്റിലിൻ ടോർച്ച്. നമ്മൾ ഫിഗറിൽ ടെസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കാണുന്നത് ഓക്സി അസിറ്റിലിൻ ടോർച്ചാണ്. അപ്പോൾ ഓക്സി അസിറ്റിലിൻ ടോർച്ച്, ഓക്കെ, അതൊരു വെൽഡിങ് കട്ടറാണ്.
ടോർച്ച് മൂവിങ് ബ്രീഫ്ലി അലോങ് വിത്ത് ദ കാസ്റ്റിംഗ്. ഇപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ ആ മൂവിങ് പോയിന്റിൽ വെച്ചിരിക്കുന്ന ഓബ്ജക്ട്സിലും ടോർച്ച് വെച്ചിട്ട് നമ്മളെ റിക്വയർഡ് ലെങ്ത് വെച്ച് നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കണ്ടിന്യൂസ് കാസ്റ്റിംഗ്. അപ്പോൾ ഇതാണ് ഒരു അറേഞ്ച്മെൻറ്റ്. ഇത് കുറച്ചും കൂടി വേറൊരു ഫിഗറാണ്. ഫൈനലി നമുക്ക് ഇതുപോലത്തെ സ്ലാബ്സ് കിട്ടും. അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കാസ്റ്റിംഗ് ഈസ് റാപ്പിഡ്ലി ഗെറ്റിംഗ് യൂസ് ഫോർ സ്റ്റീൽ കാസ്റ്റിംഗ്സ്. യൂഷ്വലി സ്റ്റീൽ കാസ്റ്റിംഗ്സ് ചെയ്യാനാണ് നമ്മൾ സ്റ്റീൽ ആണ് നമ്മൾ യൂഷ്വലി ഈ ഇത് വെച്ചിട്ട് കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റീൽ കാസ്റ്റിങ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കണ്ടിന്യൂസ് കാസ്റ്റിങ്സ് മെത്തേഡ് വഴിയാണ്. യൂസ് ഫോർ സെമി കണ്ടിന്യൂസ് കാസ്റ്റിങ്സ് ലൈക്ക് ബില്ലറ്റ്സ്, ഇങ്കോട്ട്സ്, ബാർസ്. അപ്പോൾ അതിന് സ്പെഷ്യൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല, ഏതെങ്കിലും ഒരു കംപ്ലീറ്റ് ഒരു മെഷീനറി സിസ്റ്റത്തിൻ്റെ ഒരു എലമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ബാർസ്, ബില്ലറ്റ്സ്, ഇൻഗോട്ട്സ്, ഇതുപോലത്തെ ഷേപ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ വരുന്ന ലാസ്റ്റ് വൺ സ്ക്യൂസ് കാസ്റ്റിംഗ്. ഇനിയും നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് ഉണ്ട്. ഇത് സിലബസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 6 മാത്രമേ ഉള്ളൂ. പിന്നെ സാൻഡ് കാസ്റ്റിംഗ് പ്ലസ് ഈ 6 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കാസ്റ്റിംഗ്, അത്രയാണ് നിങ്ങൾക്ക് ഉള്ളത്. സാൻഡ് കാസ്റ്റിംഗ് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒക്കെ നോക്കിയതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സിലബസിലില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം. മോൾഡിംഗ് പ്രൊസീജിയറിൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. 6th വൺ സ്ക്യൂസ് കാസ്റ്റിംഗ്. സ്ക്യൂസ് ചെയ്യാന്നാണ് നമുക്കറിയാം എന്താണ് സ്ക്യൂസിൻ്റെ വേർഡ് മീനിങ് അല്ലേ. സ്ക്യൂസ് ചെയ്ത് കാസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ക്യൂസ് കാസ്റ്റിംഗ്. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് solidification of the molten metal under high pressure. Solidification of the molten metal under high pressure. Hence, the process is combination of casting and forging. ഫോർജിങ്ങിൽ നമുക്കറിയാം ഫോർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹൈ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോർജ് ചെയ്യുന്നത് അല്ലേ. മെറ്റലിൻ്റെ ഷേപ്പ് മാറ്റുന്ന പ്രോസസ്സാണല്ലേ ഫോർജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഹാൻഡ് ഫോർജിങ് ഉപയോഗിക്കും, മെഷീൻ ഫോർജിങ് ഉപയോഗിക്കും. നമുക്കറിയാം കൊല്ലന്മാരൊക്കെ ചെയ്യുന്നത് എന്താണ്, ഹാൻഡ് ഫോർജ് ആണ് അല്ലേ. അത് നമുക്ക് മെഷീൻ ഫോർജ് വെച്ചും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നമുക്ക് പഞ്ച് ആൻഡ് ഡൈ അപ്ലിക്കേഷൻസ് എല്ലാം അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. സിമിലർലി ഹിയർ ഓൾസോ ഇൻ സ്ക്യൂസ് കാസ്റ്റിംഗ് ഓൾസോ വി ആർ യൂസിങ് എ പെയർ ഓഫ് ഡൈസ് അല്ലേ. സീ ദ ഫിഗർ, ദർ വിൽ ബി ആൻ അപ്പർ ഡൈ ആൻഡ് എ ബോട്ടം ഡൈ. അപ്പോൾ ആക്ച്വലി ദ മെൽറ്റ് ഈസ് poured into the bottom die. ഓക്കെ, സോ ഈ രണ്ട് ഡൈയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഫൈനൽ കാസ്റ്റിംഗ് മീൻസ് കാസ്റ്റ് ആ ക്യാവിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, സോ ബോട്ടം ഡൈ വി have poured the melt into the bottom die. So whenever this upper die comes or join with the bottom die, we will get the final cast അല്ലെ. കാസ്റ്റ് ഷേപ്പിലേക്ക് അത് വന്ന് നിൽക്കും. ഇവിടെ ഒരു യു ഷേപ്പ് ടൈപ്പ് ഈ റെഡ് കളർ കാണിക്കുന്നതാണ് ഫൈനൽ കാസ്റ്റ്. So after solidification, after solidifying, we will remove the top upper die and we will remove this cast outside. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ കാസ്റ്റിങ്ങിനെ പറയുന്നതാണ് സ്ക്യൂസ് കാസ്റ്റിംഗ്. നമ്മൾ സ്ക്യൂസ് ചെയ്തിട്ടാണ് അത് കിട്ടിയത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ടൈപ്പ് സ്ക്യൂസ് കാസ്റ്റിംഗ്. ഇതിൻ്റെയും സർഫസ് റഫ്നെസ് വാല്യൂസിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയ കണ്ടിന്യൂസ് കാസ്റ്റിംഗിൽ നമുക്ക് അത്ര വലിയ സർഫസ് ഫിനിഷ് ഒന്നും കിട്ടുന്നില്ല. സെമി ഫിനിഷ്ഡ് ഫൈനൽ പ്രോഡക്റ്റ് ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അത് അവിടെ നോട്ട് ചെയ്യാം. ഇൻ ദിസ് കാസ്റ്റിംഗ് പ്രോസസ്, ഹിയർ ഇൻ സ്ക്യൂസ് കാസ്റ്റിംഗ് പ്രോസസ്, പാർട്സ് ക്യാൻ ബി മെയ്ഡ് ടു നിയർ net shape with complex shapes and fine surface detail from both non-ferrous and ferrous alloys. So here, continuous casting in the case we are using only ferrous alloy, means steel only we are using. But in skews casting, we can use skews casting for both the non-ferrous and ferrous alloys. Also, we'll get fine surface details here. Even we can go for complex shapes. ആ type shape dice ഉണ്ടെങ്കിൽ നമുക്ക് complex shapes നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. Okay, so you'll get complex shapes and fine surface detail in this type of casting. Applications എന്ന് പറയുന്നതോ ഓട്ടോമോട്ടീവ് വീൽസ്, മോട്ടോർ ബോഡീസ്, ഓക്കെ, ഷോർട്ട് ബാരൽഡ് കാനൺ. അപ്പോൾ ഇതൊക്കെ ആണ് ഇതിന് ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് സ്പെഷ്യൽ കാസ്റ്റിംഗ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഓർമ്മ വേണം, ഇനീഷ്യലി നമ്മൾ സാൻഡ് കാസ്റ്റിംഗ് ആണ് നോക്കിയത്. സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. സോ അതിൽ എന്തൊക്കെയുണ്ട്, മോൾഡ് ഈസ് ദർ, പാറ്റേൺ ഈസ് ദർ, ഗേറ്റിംഗ് സിസ്റ്റം ഈസ് ദർ, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഗേറ്റിംഗ് സിസ്റ്റംസ് നോക്കി. അതിൽ റൈസർ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. റൈസറിൻ്റെ ഡിസൈൻസ് നമ്മൾ നോക്കി. 2 റൂൾസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, കൊറിനോസ് റൂൾസും അതുപോലെ തന്നെ കെയ്ൻസ് മെത്തേഡും. അത് രണ്ടും വെച്ചിട്ട് സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കുക. രണ്ടും ഇക്വേഷൻ ആണ്. അതിനുശേഷം അതിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പോറിംഗ് റേറ്റ്, പോറിംഗ് ടൈം. ഓക്കെ, പോറിംഗ് ടൈം അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ, ചോക്ക് ഏരിയ, ഈ 2 ടേമും കൂടി പഠിച്ചു നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറയുന്ന സ്പ്രൂവിൽ വരുന്ന അല്ലേ, വി ആർ പോറിംഗ് ഇറ്റ് ടു ദി പോറിംഗ് ബേസിൻ ആൻഡ് ത്രൂ ദ സ്പ്രൂ ഇറ്റ് ഈസ് ഗോയിങ്. സോ ആ പോറിംഗ് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, പോറിംഗ് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ പോറിംഗ് ചോക്ക് ഏരിയ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് നോക്കി, ടോളറൻസസ് നോക്കി, അലവൻസസ് നോക്കി, ഡിഫറെൻറ്റ് അലവൻസസ് യൂസ്ഡ് ഇൻ ഫോർ മേക്കിംഗ് ദ പാറ്റേൺ മെറ്റീരിയൽ.
So sand is the material used in sand casting. Then we are discussed about the different special casting processes. In that only we are അതിൽ വരുന്നത് shell molding, precision investment, die casting, centrifugal casting, continuous casting, skews casting. So in all these type of casting we are using permanent അല്ല shell molding ഒഴികെ ബാക്കി എല്ലാത്തിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് permanent molds അല്ല. We are using permanent molds. Okay. സോറി പ്രിസിഷനിലും അല്ല ബാക്കി എല്ലാത്തിലും നമ്മൾ പെർമനന്റ് മോൾഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഡൈ കാസ്റ്റിംഗിൽ വി ആർ യൂസിങ് പെർമനന്റ് മോൾഡ്സ് ബോത്ത് ഇൻ hot chamber and cold chamber we are using dies. Centrifugal casting also we are using permanent molds. Continuous casting and skew casting there also we are using permanent molds. Okay. Here in shell molding we are using എന്താണ് molding material എന്ന് പറയുന്നത് it is a phenolic resin mixed with dry silica plus alcohol. അതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഷെൽ മോൾഡിങ്ങിൽ യൂസ് ചെയ്യുന്ന മോൾഡ്. നമുക്കത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അത് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ പാർട്ട് പുറത്തെടുക്കുന്നത്. അപ്പോൾ അതുപോലത്തെ സിമെട്രിക്കൽ 2 പാർട്സ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കൂടിയാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്നത്. ഫൈനലി നമുക്കതിൻ്റെ ഷേപ്പ് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഫൈനൽ കാസ്റ്റ് വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ഓക്കെ. ദെൻ പ്രിസിഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് നോക്കി. വാച്ച് ഇസ് ദ പാറ്റേൺ മെറ്റീരിയൽ യൂസ് ദർ. നമുക്ക് മിനിമം നമ്പർ ഓഫ് പാർട്സ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ വി ആർ യൂസിങ് ദർ refractory slurries or ceramic slurries we are using. First we will make the pattern material using wax injection അല്ലേ. മെറ്റാലിക് മോൾഡ്സ് വെച്ചിട്ട് നമ്മൾ ആദ്യം വാക്സ് പാറ്റേൺസ് ഉണ്ടാക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 or 8 patterns if you are making it, we will make also gating system using this wax injection method. Finally ആ ഒരു ട്രീ ടൈപ്പ് സ്ട്രക്ചർ we will dip into this ceramic slurry. ഫസ്റ്റ് ഡിപ്പ് we will get a particular thickness കിട്ടി. അത് ഒന്ന് ഡ്രൈ ആകുമ്പോൾ വീണ്ടും ഡിപ്പ് ചെയ്യും. അങ്ങനെ സഫീഷ്യൻറ്റ് തിക്നെസ് കിട്ടുന്നവരെ വി വിൽ ഡിപ്പ് ദാറ്റ്. ഓക്കെ. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഇൻവേർട്ട് ദാറ്റ് ആൻഡ് വി വിൽ ഹീറ്റ് ദാറ്റ് മെറ്റീരിയൽ. ഹീറ്റ് ചെയ്യുന്ന എന്താണ് അതിലുള്ള ബാക്കി എന്തെങ്കിലും H2O വാട്ടർ കണ്ടന്റ് അതിനെ കളയാനും അതുപോലെ തന്നെ ഈ വാക്സിനെ നമ്മൾ കളയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ വിൽ ഗെറ്റ് എ ഹോളോ സെറാമിക് ഷെൽ. ഇൻ ദാറ്റ് വി വിൽ പോർ ദി മോൾട്ടൺ മെറ്റീരിയൽ. ഏതാണോ കാസ്റ്റ് ചെയ്യേണ്ട ആ മോൾട്ടൺ മെറ്റീരിയൽ പോർ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വിൽ ബ്രേക്ക് this shell hollow shell break ചെയ്യും. that mold will break. Then we will take out the cast and we will machine it out and take the individual pieces. അതാണ് precision casting. ഡൈ കാസ്റ്റിംഗ് നമ്മൾ ഇപ്പോൾ ഇന്ന് നോക്കി. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്പെഷ്യൽ കാസ്റ്റിംഗ് മെത്തേഡ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ കാസ്റ്റിംഗ് മെത്തേഡ്സ് ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിഫക്ട്സ് ഇൻ കാസ്റ്റിംഗ്. സോ ഡിഫക്ട്സ് ഇൻ കാസ്റ്റിംഗും ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ആയിട്ട് വരാം. ഓൾറെഡി ഫസ്റ്റ് ഇയർ while you in your basic mechanical engineering കാസ്റ്റിംഗ്സ് കൊണ്ട് ചെറിയൊരു ടോപ്പിക് ഉണ്ട്. ഇൻ ദാറ്റ് ഒരുപാട് ഡിഫക്ട്സ് യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് ഡിഫക്ട്സ്. ഹോട്ട് ടീയേഴ്സ്, ബ്ലോ ഹോൾ, മിസ് റൺ, കോൾഡ് ഷട്ട്സ്, അങ്ങനെ ഒരുപാട് ഡിഫക്ട്സ് പഠിച്ചിട്ടുണ്ടാവും. സോ ദർ യു ആർ ഡയറക്ട്ലി സ്റ്റഡിങ് അബൌട്ട് ദ ഡിഫക്ട്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒരു 10 to 15 ഡിഫക്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മിസ് റൺ, അങ്ങനെ കുറച്ച് ഡിഫക്ട്സ് പഠിച്ചിട്ടുണ്ടാവും. സോ ഹിയർ ഇവിടെ നിങ്ങളത് നോക്കുന്നത് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. ഡിഫറെൻറ്റ് ഏരിയാസിൽ വരുന്ന ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന്. ലൈക്ക് ഷേപ്പിംഗ്, ഫോൾസ്, എറേസിംഗ്, pouring. If our pouring, the molten metal pouring into the cavity is not in a proper method or in a defined procedures if you are not following, then there will be certain defects happening. That is called shaping faults. അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ഇൻക്ലൂഷൻസ് ആൻഡ് സാൻഡ് ഡിഫക്ട്സ്. സോ സാൻഡ് ഇൻക്ലൂഷൻസ് കൊണ്ടുണ്ടാവുന്ന ഡിഫക്ട്സ്, സാൻഡ് ഇറോഷൻസ് കൊണ്ടുണ്ടാവുന്ന ഡിഫക്ട്സ്, ദാറ്റ് ഈസ് എ സെക്കൻഡ് ടൈപ്പ്. ദെൻ ഗ്യാസ് എൻട്രാപ്പ് ചെയ്യുന്ന കാരണമുള്ള ഡിഫക്ട്സ്, ഗ്യാസ് ഡിഫക്ട്സ്. ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ്, ഷ്രിങ്കേജ് ഡിഫക്ട്സ്. കോൺട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ്, കോൺട്രാക്ഷൻ. അപ്പോൾ നിങ്ങൾ വേഗം ഷ്രിങ്കേജ് ആൻഡ് കോൺട്രാക്ഷൻ ഇസ് സിമിലർ അല്ലേ. സോ ഷ്രിങ്കേജ് ഇൻ ദ സെൻസ് അവിടെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ലിക്വിഡ് ഷ്രിങ്കേജ് ആകും. ദാറ്റ് മീൻസ് the shrinkage is happening in liquid state and solid state. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ടാകുന്ന ഷ്രിങ്കേജിനാണ് നമ്മൾ ഷ്രിങ്കേജ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അത് സോളിഡ് സ്റ്റേറ്റിലുണ്ടാകുന്ന ഷ്രിങ്കേജിന് നമ്മൾ കോൺട്രാക്ഷൻ ഡിഫക്ട്സ് പറയും. ഓക്കെ. നമ്മളൊരു മെറ്റീരിയൽ അതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ എ പർട്ടിക്കുലർ മെറ്റീരിയൽ 1000 ഡിഗ്രി സെൽഷ്യസ് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിചാരിക്കുക. 1000 ഡിഗ്രി സെൽഷ്യസ് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ്. ദോ 1500 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ഹീറ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് മെൽറ്റഡ്. സോ ഇൻ ഫ്രം 1500 to till 1000 degree Celsius it will be in solid state or it will be in a semi solid. Complete solid ആവില്ല അല്ലേ, കുറച്ച് ലിക്വിഡ് ഉണ്ടാവും. സോ ആക്ച്വലി ഇഫ് യു ആർ കൂളിംഗ് ഇറ്റ് ഫ്രം 1500 to 1000, actually it will be initially it will be in expanded state, so it will contract from 1500 to 1000. It will contract. So that part of contraction
That is called contraction. The defects happening during that part of contraction is called shrinkage defect. And from 1000 degrees Celsius to room temperature, if it is cooling, then also it will contract. There also considerable contraction is happening from 1000 to, പക്ഷെ 1000 തൊട്ട് താഴേക്ക് അതെന്തായി കംപ്ലീറ്റ് സോൾഡ് ആയിട്ട് മാറി, പക്ഷെ സ്റ്റിൽ അത് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് പാർട്ടിൽ നടക്കുന്ന ഡിഫക്ട്സ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പാർട്ട് ഓഫ് ദി കോൺട്രാക്ഷൻ ഓർ ഷ്രിങ്കേജ് ഇസ് കോൾഡ് കോൺട്രാക്ഷൻ ഡിഫക്ട്. അത് മാറിപ്പോകരുത്, ഷ്രിങ്കേജ് ഡിഫക്റ്റും കോൺട്രാക്ഷൻ ഡിഫക്റ്റും ഉണ്ട്. ദെൻ ഡയമെൻഷണൽ എറേഴ്സ്, എങ്ങനെയാണ് ഡയമെൻഷൻ എറേഴ്സ് വരുന്നത്, ആ കാര്യങ്ങൾ. ദെൻ കോമ്പോസിഷണൽ എറേഴ്സ് ആൻഡ് സെഗ്രിഗേഷൻസ്. ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫക്ട്സ് ഇൻ കാസ്റ്റിങ്സ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ഒന്ന് എല്ലാവരും ഒന്ന് പറയാം.